ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഈ ഡേറ്റ ഇരിക്കുകയാണ്. ഒറ്റ ഒരു മണിക്കൂർ മതി. എത്ര ഇട്ട വോട്ടർമാരുണ്ട്, എത്ര പേരുടെ പേരിൽ ഫോട്ടോസ് ഇല്ലാത്ത ആളുകളുണ്ട്, എത്ര എണ്ണം ബൾക്ക് ഇത്ര ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് നിമിഷങ്ങൾ മതി. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഈ കോർ ഇഷ്യൂ കിടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ തട്ടിപ്പറിയാം. ഇതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യാത്തത്, ഈ ഡിജിറ്റലൈസ്ഡ് ഫോം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കിട്ടിയാൽ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് പുറത്തു വരും. ഇലക്ഷന് വളരെ ഈ പ്രോസസ്സ് നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പറയും ഇരട്ട വോട്ടർമാർ ഇത്രമാത്രം ഉണ്ടെന്നുള്ള പ്രോസസ്സ് പുറത്തു വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞതാണ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡിജിറ്റൽ ലിസ്റ്റ് കൊടുക്കാത്തത് തന്നെ ഇതിലെ തട്ടിപ്പ് പിടിക്കപ്പെടരുത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധമുള്ളത് കൊണ്ടാണ് ഡിജിറ്റലൈസേഷൻ നടക്കാത്തത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയുന്നു. ഇപ്പം തന്നെ ഒരു വിഷയമുണ്ടായി. ഇപ്പോൾ ശകുൻ റാണിയുടെ കാര്യം പറഞ്ഞു. ശകുൻ റാണിയുടെ കാര്യം പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ സത്യം എനിക്ക് ശ്രീ M.R. അഭിലാഷിന് പറഞ്ഞ കാര്യത്തിൽ ചെറിയ വിയോജിപ്പുണ്ട്. ശ്രീ M.R. അഭിലാഷ്, അങ്ങ് നോക്കിയ ഈ നോട്ടീസിൻ്റെ ആ ഒരു സ്വഭാവം, ഇതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കുന്ന ഒരു മെസ്സേജ് മനസ്സിലാവും. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിൽ ഒന്നിനെയും ഡിനൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ശകുൻ റാണി എടുത്തിട്ട് ഞങ്ങൾ ശകുൻ റാണിയോട് ചോദിച്ചു, അപ്പോൾ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥ ആരോപണം അതല്ലല്ലോ. ശകുൻ റാണിയുടെ പേരിൽ മറ്റാരോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. അപ്പോൾ അത് തന്നെ ഇംപ്ലൈഡായി കിടക്കുക. ഈ ആരോപണം ഈസിയായി തെളിയിക്കപ്പെടും. എങ്ങനെയാണെന്ന് അറിയാമോ മാധു? CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ ഇത് ഈ ശകുൻ റാണി വോട്ട് ചെയ്തു എന്ന് പറയുന്ന ബൂത്ത് നമ്പർ 341 മുഴുവൻ CCTV ദൃശ്യങ്ങളും ലഭ്യമാക്കി കഴിഞ്ഞാൽ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തോ എന്നുള്ള കാര്യം വ്യക്തമാക്കും. ഇവർ ചെയ്ത പണി എന്താ? ഈ ശകുൻ റാണി ഈ രാജ്യത്താകമാനം CCTV ദൃശ്യങ്ങൾ 45 ദിവസം കഴിയുമ്പോൾ മായ്ച്ചു കളയും. അപ്പോൾ ഇപ്പോൾ ഈ തെളിവിന് ഒരു വിഷ്വൽ തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? മൂന്നാമതൊരു കാര്യം, ഈ നോട്ടീസിൽ തന്നെ വേണമെങ്കിൽ ഒരു വരിയാണ് വന്നിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഇലക്ഷൻ ഡേറ്റ പ്രകാരം ഇലക്ടർ ഓഫീസറുടെ കയ്യിൽ ഈ സീരിയൽ നമ്പർ 1042 ചെയ്തു, എന്നാൽ 1228 ചെയ്തിട്ടില്ല എന്നൊരു വരി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശ്വാസം. അതും പറഞ്ഞിട്ടില്ല. ശകുൻ റാണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയുന്നു. അപ്പോൾ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഒരിക്കലും വോട്ടർ പട്ടികയിലെ പിഴവുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ ഈ ആധുനിക സാങ്കേതികവിദ്യ ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇരട്ട വോട്ടർമാർ, ഫോട്ടോ ഇല്ലാത്തവർ, ഒരു മുറിയിൽ തന്നെ 10-80 വോട്ടർമാർ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുന്ന ഈ രാജ്യത്ത് ഡിജിറ്റലൈസ് ചെയ്ത വോട്ടർ പട്ടിക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്പിറസിയാണ്. രണ്ടാമത്, ഇവരെ ഹാർഡ് കോപ്പി കൊടുക്കുന്നു, പേപ്പർ കോപ്പി. മാധു നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടുത്തൊരു അപേക്ഷ പ്രകാരം ഹാർഡ് കോപ്പി കിട്ടുകയാണ്. ഹാർഡ് കോപ്പിക്കകത്ത് തിരിമറി കൊടുത്താൽ പോലും ഇത് ഞങ്ങൾ കൊടുത്തതല്ലെന്ന് പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അതായത് ഡിജിറ്റലായി സെൻഡ് ചെയ്യുന്നതല്ല, ഒരു കോപ്പി കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാ തരത്തിലും ഒരു കോൺസ്പിറസി. എല്ലാവരിലേക്കും പോകണമല്ലോ. രണ്ടാം ഘട്ടവുമല്ലേ ശ്രീ ഞാൻ ഇടപെടുകയാണ്. ഒറ്റ നിമിഷം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മാധു, ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം. അതായത് ഞാൻ BJP വക്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. കാരണം ഇവർക്ക് ഈ BJP ദേശീയ നേതൃത്വം ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ എന്താണ് ഇവർ കൊടുത്തിരിക്കുന്ന വക്താക്കൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താണ് അതെന്ന് മനസ്സിലാക്കാവുന്നത്. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ ഉന്നയിച്ച 5 കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷനോ BJPക്കോ വിശദീകരണമില്ല. ശകുൻ റാണിയെ സംബന്ധിക്കുന്ന ഇലക്ട്രോണിക് ഡേറ്റ പറഞ്ഞൊരു വിവരം പറയാനില്ല. അപ്പം ഇവർക്കറിയാം ഈ രാജ്യത്ത് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന തന്നെ തുടങ്ങുന്നത്, പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞാൻ ഇടപെടുകയാണ്.